വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം വ്ളോഗാണ്. കല്യാണം എന്ന് പറഞ്ഞിട്ടില്ല, കല്യാണ തലേന്നത്തെ ഒരു വ്ളോഗ് ഒറ്റ വീഡിയോ ഒക്കെ ഇട്ടാട്ടോ ഞാൻ. അപ്പം ഇന്ന് എൻ്റെ മാമൻ്റെ കല്യാണമാണ്. കല്യാണ തലേ ദിവസം കേട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ കല്യാണ തലേന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ. ഇത് ഓൾറെഡി എൻ്റെ അടുത്തുള്ളതാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു തലേന്നത്തെ ഇടാണ്. കല്യാണത്തിന് ഞാൻ പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാത്തിന് പുതിയതായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബ്രൈഡ് ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്നു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇക്കാണെങ്കിലോ ബോറടിച്ചിട്ട് ഇരിക്കാനും വയ്യ. അപ്പം ഞാൻ ഇങ്ങനെ ഫോണിൽ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഈ കാട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് തന്നാൽ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചു തരിക കേട്ടോ. ഞങ്ങൾ എഴുന്നേറ്റു തല്ലാണ്, എന്തോ ഭാഗ്യത്തിന് കല്യാണത്തിന് ഞങ്ങൾ തല്ലുണ്ടാക്കിയില്ല, നല്ലപോലെ നിന്ന്. അപ്പം നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ എന്താ ഇങ്ങനെ കഴിക്കാൻ ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ ഇരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരിക്കുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാവരും പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ പോയി വേഗം ഫ്രഷായി വന്നു. എന്നിട്ട് ഞാൻ മൈലാഞ്ചി ഇടാൻ പോയി. എന്തിനായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടില്ല, കാരണം അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പം മൈലാഞ്ചി ഇടാനുള്ള രീതി ഇങ്ങനെ നിൽക്കുകയാണ്. മൈലാഞ്ചി ഇട്ടിട്ട് കെടുക്കാച്ചിട്ടാണ്. അപ്പം ആരിട്ട് തരും, ആരെ ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു പിന്നാലെ ഇങ്ങനെ കുറച്ച് നടക്കണം, ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് നല്ല രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗേൾസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇത് നമ്മൾ രാവിലെ തന്നെ എൻ്റെ മുഖം നോക്കെന്നെ വേണ്ട, ഒക്കെ പിച്ചിട്ട് എണീച്ചാലുള്ള എൻ്റെ മുഖം ഇങ്ങനെയാണ്. അപ്പം ഇനി പോയി ഫ്രഷ് ആവണം, റെഡി ആവണം, ഓഡിറ്റോറിയത്തിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ മൈലാഞ്ചി ഇട്ടത്. ആ സമയത്ത് ട്രെൻഡി ആയിട്ടുള്ള ഇത് ഞാൻ ഇടണമെന്ന് വിചാരിച്ചൊരു മൈലാഞ്ചി ആയിരുന്നു. ഈ കൈമേൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇട്ടത്. അങ്ങനെ ഞാനെൻ്റെ കസിനും കൂടി ഇങ്ങനെ മാറ്റി ഇട്ട് കളിച്ചതാണ്. നമുക്ക് അങ്ങനെ മൈലാഞ്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഇവരൊക്കെ ഇവിടെ കിടന്നുറങ്ങുകയാണ്. കാരണം ഇവരെ ലാസ്റ്റ് വിളിക്കുള്ളൂ, കാരണം ഇവരെ ഫസ്റ്റ് വിളിച്ചാൽ ശരിയാവില്ല. അപ്പം ലാസ്റ്റാണ് കുട്ടികളെ കാട്ടുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 മണി 5 മണി ടൈമിലൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം പോയിട്ട് വരാം. ടടാ ഗായ്സ്, ഇതാണ് എൻ്റെ കല്യാണം ലുക്ക്. ഞങ്ങളെല്ലാവരും ഇപ്പോഴത്തെ ആ ടൈമിലൊരു ഇതില്ലേ, സറാറ മോഡലായിട്ടുള്ള അതായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ മേറ്റ്സൊക്കെ വൈറ്റായിരുന്നു, ഓഫ് വൈറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ എന്താ പറയുക, കുടിയിരിക്കലിൻ്റെ അന്ന് ഒരു വൈറ്റ് ഡ്രസ്സ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനും കുടിയിരിക്കലിനും കൂടി എടുത്ത ഡ്രസ്സാട്ടത്. അപ്പോൾ കുടിയിരിക്കലിന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എടുത്ത് വെച്ചു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പം ഇതാ നമ്മളെ ഞെർമിമോൾ റെഡി ആയിട്ടുണ്ട്. ഞെർമിമോൾക്കൊരു സിമ്പിളായിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, കാരണം അവൾ ചൂടെടുത്താൽ അവൾ സീനാവും. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ വീട്ടിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൂ. അപ്പം നമുക്ക് ഓഡിറ്റോറിയത്തിൽ കാണാം. ടൈം കഴിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എത്തിയിട്ടോ, അങ്ങനെ നേരമായിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായി. ഇത് ബ്രൈഡിൻ്റെ താത്തയാണ്. അപ്പം ബ്രൈഡിനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ബ്രൈഡിനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സ് എൻ്റെ അടുത്ത് പറയുന്നത് തോന്നുന്നു. പക്ഷെ നമുക്ക് നോക്കാം, ബ്രൈഡിനെ കാണണം. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുന്നതിന് നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒപ്പിക്കണം, എന്നിട്ട് അവിടെ ഇരിക്കണം. മേക്കപ്പ് ഒന്നും ഒലിച്ചു പോകാൻ പാടില്ല. ഫുള്ളും അങ്ങനെ നമ്മൾ നല്ല രീതിക്കൊക്കെ കൊണ്ടുനടക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആളും തിരക്കൊക്കെ ആയിട്ടോ. ഒരു മണി 2 മണി ആകുമ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് തന്നെ അടിപൊളിയായിരുന്നു. നല്ല മന്തി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ തൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ച് ഒരു മധുരത്തിന് എന്തോ ഉണ്ടായിരുന്നു, അതും കഴിച്ച് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല ഗൈസ്. പിന്നെ ഞാൻ ഈ കല്യാണ വ്ളോഗ് ഫുള്ള് എടുത്തിട്ടില്ല. ഇത് എൻ്റെ ഉമ്മാക്ക് 2 ഫോണായിട്ടുള്ളത്. അപ്പം ഞാനിതിൽ ഐഫോണിലല്ല എടുത്തിട്ടുള്ളത്. ഇത് വേറെ ഏതോ ഒരു ഫോണാണ്. അപ്പം ആ ഫോണിൻ്റെ പേരെന്തോ ഞാൻ മറന്നു കേട്ടോ. അപ്പം അതിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര ക്ലിയർ കുറവ് കേട്ടോ. ഞാൻ ഐഫോണാണ് എടുക്കാറ്, കാരണം എന്തെയോ ആ സമയം ഐഫോൺ എടുക്കാൻ. കാരണം ഈ വീഡിയോ എൻ്റെ കയ്യിൽ കുറേ മാസങ്ങളായി കിടക്കുന്നൊരു വീഡിയോ ആണിത്. എനിക്കിത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ
എന്താ ഇത് വോയിസ് ഓവർ കൊടുത്തിട്ടൊന്നും ശരിയാവില്ല. അപ്പം ഞാനിങ്ങനെ നീട്ടി ഇത്രക്കായി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നടന്നതിപ്പോൾ ഒന്നും ഓർമ്മയില്ല. അപ്പം ക്ഷമിക്കാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ പാട്ടിടാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾക്ക് ഈ പാട്ടൊന്നും ഒരു ദുമ്പ് തോന്നില്ല. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് വേറെ പാട്ടിടാൻ വെച്ചിട്ട് പിന്നെ ഞങ്ങളിതങ്ങനെ പുതിയ ഫോട്ടോ ഒക്കെ എടുക്കണം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ഫോട്ടോ കയറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറമാനായിട്ടൊക്കെ നല്ല കമ്പനി ആയി. കല്യാണം വ്ളോഗ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നമ്മളെ വീഡിയോ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ബൈ ഗൈസ്.